പവിത്രം 2 സീരിയലിൻ്റെ കഥയാണ് ഞാനിവിടെ പറയുന്നത്. സേതുലക്ഷ്മി വേദയോട് തുടർന്ന് പഠിക്കാൻ പറയുന്നു. വേദ ചോദിക്കുന്നുണ്ട്, എനിക്ക് അതിന് കഴിയുമോയെന്ന്. സേതുലക്ഷ്മി പറഞ്ഞു, നിന്നെക്കൊണ്ടേ അതിന് കഴിയുള്ളൂ. നീ IAS എടുക്കണം, എന്നാലേ നീ വിചാരിച്ച കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് സേതുലക്ഷ്മി വേദയോട് പറഞ്ഞു. വേദ തീരുമാനിച്ചു തുടർന്ന് പഠിക്കാൻ. വിക്രം ജയിലിൽ തുടർന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അത് വാർഡനോട് പോയി പറയുന്നുണ്ട്. വാർഡൻ അതിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തു. വിക്രം പുറത്തിറങ്ങുമ്പോൾ പഠനം പൂർത്തിയാക്കിയിട്ട് അച്ഛൻ്റെ മുന്നിൽ പോയി സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്നാണ് വിക്രമിൻ്റെ മോഹം. അങ്ങനെ വിക്രമും വേദയും പഠിക്കാൻ തുടങ്ങി. വേദ എക്സാം എഴുതി പാസ്സായി. എന്നിട്ട് ട്രെയിനിങ്ങിന് വേണ്ടി മസൂറി പട്ടണത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അച്ഛനെ വിളിക്കുന്നു വേദ. വേദയുടെ ഫോൺ കണ്ടപ്പോൾ അച്ഛന് വളരെ സന്തോഷമായി. അച്ഛൻ ഫോൺ എടുത്ത്, മോൾ ഇത്ര നാൾ എവിടെയായിരുന്നു? ഒരു വിവരവുമില്ലല്ലോ. എന്നെപ്പോലും നീ ഇത്ര കാലമായിട്ട് വിളിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. വേദ പറഞ്ഞു, നേരിട്ട് സംസാരിക്കാം, അച്ഛനെ എനിക്ക് കാണണം. നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ട്രെയിനിങ്ങിലാണ്, മസൂറി പട്ടണത്തിലാണ്. അവിടെ എന്താ കാര്യം? IASൻ്റെ ട്രെയിനിങ് ആണെന്ന് അച്ഛനോട് പറയുന്നുണ്ട്. വേദയെ കാണാൻ അച്ഛൻ അങ്ങോട്ട് ചെല്ലുന്നു. വേദ അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, നീ ഗർഭിണിയാണെന്ന് ശ്രീകാന്തിൽ നിന്ന് അറിഞ്ഞു. നിൻ്റെ കുട്ടി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ എനിക്ക് ഒന്നിനും മറുപടി പറയാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ മറുപടിയും അച്ഛന് തരാം. അച്ഛൻ ഇപ്പോൾ തൽക്കാലം ശ്രീകാന്തിനെ എന്നിൽ നിന്ന് അകറ്റി നിർത്തണം. അതിനുള്ള വഴിയൊക്കെ വേദ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു, ഇതൊരു തീക്കൊള്ളി കൊണ്ടുള്ള കളിയാണ്, എന്നാലും ഞാൻ ശ്രമിക്കാം എന്ന് അച്ഛൻ വാക്ക് കൊടുക്കുന്നു വേദയ്ക്ക്. അച്ഛൻ അങ്ങനെ തിരിച്ചു പോകുന്നു. വേദയുടെ അച്ഛൻ നേരെ ശ്രീകാന്തിനെ കാണാൻ ചെല്ലുന്നു. ശ്രീകാന്ത് പറഞ്ഞു, യാത്രയൊക്കെ കഴിഞ്ഞ് വരികയാണില്ലേ, വേദയെ കണ്ടുവന്ന്. ഞാൻ വേദയെ കണ്ടിട്ടില്ല, കാണാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. അച്ഛൻ പറഞ്ഞു, നീയാണല്ലോ വേദയുടെ പിന്നാലെ എപ്പോഴും നടക്കുന്നത്. അച്ഛൻ പറഞ്ഞു, വേദയുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. ശ്രീകാന്ത് പറഞ്ഞു, വേദയുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പില്ല, പ്രസവത്തിലെ മരിച്ചുപോയി. എല്ലാ വേദ പ്രസവിക്കാൻ പോയി ആ ഹോസ്പിറ്റലിൽ എൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. വേദയുടെ കുഞ്ഞ് ജനനത്തിലേ മരിച്ചു എന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് അറിവ് കിട്ടിയത്. ശ്രീകാന്ത് പറയുന്നുണ്ട്, പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മുത്തശ്ശൻ്റെ സ്വത്തുക്കളൊക്കെ നോക്കി നടത്താൻ തുടങ്ങിയതാണ്. എല്ലാം നോക്കി നടത്തി ഇത്രയും വലുതാക്കിയപ്പോൾ എനിക്ക് അതിൽ ഒരു അവകാശവുമില്ല. വേദയ്ക്ക് ഏതോ ഒരു തെണ്ടിയിൽ നിന്ന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനാണ് ആ സ്വത്ത് മുഴുവൻ എന്നറിഞ്ഞാൽ ഞാൻ ആ കുഞ്ഞിനെ വെച്ചിരിക്കുമോ? വേദയുടെ അച്ഛൻ ശ്രീകാന്തിനോട് പറഞ്ഞു, സ്വത്തുക്കളൊക്കെ നിന്റെ പേരിൽ എഴുതിത്തരാം. വേദയുടെ കുഞ്ഞ് ജീവിച്ചിരിക്കാത്ത കാരണം ആ സ്വത്തൊന്നും വേദയ്ക്ക് കിട്ടില്ല. നീ നോക്കി നടത്തുന്നത് കാരണം നിന്റെ പേരിൽ ആക്കിത്തരാമെന്ന്. ശ്രീകാന്തിന് വലിയ സന്തോഷമായി. ശ്രീകാന്ത് അച്ഛനോട് പറയുന്നുണ്ട്, ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും യുദ്ധങ്ങൾ ഒഴിവാക്കാമായിരുന്നല്ലോ എന്ന്. അച്ഛൻ ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി. ശ്രീകാന്തിന് സ്വത്ത് കിട്ടുന്നതിൽ വളരെ സന്തോഷമായി. വേദ പഠിത്തമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. വേദ നാട്ടിലെത്തിയതും കുഞ്ഞിനെ എടുത്ത് ലാളിക്കുന്നു. ആ ടൈമിൽ തന്നെ തരുൺ വരുന്നു. തരുൺ കൺഗ്രാജുലേഷൻ പറഞ്ഞു വേദയോട്. എന്നിട്ട് കുഞ്ഞിനെയും വാങ്ങി അകത്തോട്ട് പോയി. അത് വേദയ്ക്ക് വലിയ വിഷമമുണ്ടാക്കി. അമ്മ വേഗം വന്ന് വേദയെ അകത്തോട്ടേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി. വേദ അമ്മയോട് പറഞ്ഞു, എനിക്ക് തമിഴ്നാട്ടിൽ ജോലി കിട്ടി, ഇനി തമിഴ്നാട്ടിലാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത് എന്ന്. അപ്പോയിൻമെൻ്റ് ഓർഡർ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു വേദ. സേതുലക്ഷ്മിക്ക് അത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. ഞാൻ കുഞ്ഞിനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെയാണ് ജോലിക്ക് പോകുക എന്ന് വേദ ചോദിക്കുന്നുണ്ട്. അതിന് അമ്മ പറഞ്ഞു, അവൾ ഒറ്റയ്ക്കല്ലല്ലോ ഇവിടെ, ഞാനും തരുണുമില്ലേ, ഞങ്ങൾ നല്ലതുപോലെ നോക്കിക്കോളാം, നീ ധൈര്യത്തിൽ പോയിട്ട് വാ എന്ന് സേതുലക്ഷ്മി പറയുന്നുണ്ട്. ഓക്കെ, ബൈ. ഇനി അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ.